ഇന്നലെ നടന്ന CPI പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കാനം രാജേന്ദ്രന്റെ മകൻ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന CPI പരിപാടിയിൽ മരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു. എന്നാൽ തന്റെ കുടുംബത്തെ ക്ഷണിച്ചില്ലെന്ന് കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അസൗകര്യം മൂലമാണ് കാനത്തിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതെന്നായിരുന്നു ഇന്നലെ മന്ത്രി GR അനിലിന്റെ വിശദീകരണം. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട് സ്റ്റെഫിൻ, എന്താണ് അങ്ങനെ സൗകര്യം മൂലമാണ് പങ്കെടുക്കാത്തതെന്ന് പാർട്ടി നേതൃത്വം പറയാം, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും തന്നെ അറിയിച്ചില്ല എന്നും അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യമായ ഒരു കുറിപ്പിടേണ്ടി വന്ന സാഹചര്യം? ദിവിഷ്, നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആദരവ് മുൻ നേതാക്കളുടെ കുടുംബങ്ങൾക്കും നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെയാണ് സ്ഥിതി എന്നിരിക്കെ ഇന്നലെ മന്ത്രി GR അനിൽ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഇത്തരത്തിൽ അവരുടെ കുടുംബം വരാതിരുന്നത് അസൗകര്യം മൂലമാണ്, ചില അസൗകര്യങ്ങൾ പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തി. അതാണ് ഇപ്പോൾ ആ കുടുംബത്തിന്, കാനം രാജേന്ദ്രന്റെ കുടുംബത്തിന് വലിയ വേദനയായിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ അത്തരത്തിൽ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു അസൗകര്യവും താനോ അമ്മയോ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല, ഒപ്പം തന്നെ ഈ പൊതുസമ്മേളനത്തിലേക്ക് അവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഫോണിൽ വിളിച്ചപ്പോഴും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, വെളിയം ഭാർഗവന്റെ കുടുംബത്തെ വിളിച്ചിരുന്നു, അതോടൊപ്പം തന്നെ മുൻ സെക്രട്ടറിമാരായിരുന്ന നേതാക്കന്മാരുടെ, ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മരിച്ചുപോയ പ്രധാനപ്പെട്ട CPIയുടെ നേതാക്കളുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വിളിച്ച് ആദരവ് നൽകിയപ്പോൾ CPIയുടെ ഏറ്റവും തലമുറന്ന ഒരു നേതാവ് കാനം രാജേന്ദ്രൻ, ഒപ്പം തന്നെ പാർട്ടി ഓഫീസ് കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും അധികം നിസ്തുലമായ സേവനം നയിച്ച ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒഴിവാക്കിയത് ശരിയായില്ല എന്നൊരു വിമർശനം പല കോണിൽ നിന്നും CPIയിൽ ഉയരുന്നുണ്ട്. ഇനി ഏതായാലും CPI ഇത് സംസ്ഥാന സെക്രട്ടറി ഇതിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്ക് അങ്ങനെ കൈയൊഴിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. കാനത്തിന്റെ ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കൃത്യമായ ഒരു അദ്ദേഹത്തിന് ആദരം നൽകേണ്ടതായിരുന്നു. കാരണം ഇന്നലെ CPIയുടെ ഒരു 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു നേതാവ് കൂടിയാണ് കാനം. അതുകൊണ്ടാണ് ഇത്രയധികം ചർച്ചയാകുന്നത് ഈ വിഷയം. നമുക്ക് GR അനിലിന്റെ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം തിരിച്ചു വരാം. 100ാം വാർഷിക ആഘോഷ വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിവിധ ഘടകങ്ങളിൽ നയിച്ച നേതാക്കന്മാരെ ഓർത്തുകൊണ്ട് ആ കുടുംബങ്ങളെ ഓർക്കുന്ന ഒരു ചടങ്ങുകൾ കൂടി സംഘടിപ്പിക്കുകയാണ്. എസിന്റെ ഭാര്യയും കാനത്തിന്റെ ഭാര്യയും ഉണ്ടെങ്കിൽ രണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അതുകൊണ്ട് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സ്റ്റെഫിൻ, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ആരാണ് പാർട്ടിയെ അങ്ങനെ ഒരു വിഷയം അറിയിച്ചത്? മകൻ പറയുന്നു അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാകാമെന്നുള്ളതാണ് കരുതുന്നത്. ഇനി ഏതായാലും അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചടങ്ങിൽ വരാതിരിക്കും എന്നൊരു അറിയിപ്പ് പാർട്ടിക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ കുടുംബം പറയുന്നില്ല. ഏതായാലും അവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നൊരു അസംതൃപ്തി ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അഥവാ നമ്മോട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ പറയുകയുണ്ടായി. ഫോണിലുള്ള പ്രതികരണം കേൾക്കാം. അല്ല, ഞാൻ പോസ്റ്റ് ചെയ്തല്ല, ഞാനതാ ഒരു ബിനുമാഷ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ചർച്ച പോയപ്പം അപ്പൊ പിന്നെ അത് അതിനകത്ത് ആളൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് അസൗകര്യമുണ്ട് എന്ന് മന്ത്രി GR അനിലേട്ടൻ പറയുന്നതായിട്ടെ, അസൗകര്യം നമ്മൾ അറിയിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളോടൊരു അങ്ങനെ ഒരു കാര്യമോ അങ്ങനെ ഒരു പരിപാടിയോ ഉള്ള കാര്യമോ എന്നെയോ അമ്മയോ ഒന്നും ആരും അറിയിച്ചിട്ടില്ല. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ അസൗകര്യം പറഞ്ഞു എന്ന് അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഇന്നലെ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ട് മുൻകാല സെക്രട്ടറിമാരെ കുടുംബങ്ങളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ഇപ്പൊ ബാക്കിയൊക്കെ എല്ലാരെയും വിളിച്ചു. അപ്പൊ രാവിലെ ബിനോയ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ആശയക്കുഴപ്പം സംഭവിച്ചു പോയി. 10 കത്തുണ്ടായിരുന്നു, ഞാൻ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അതപ്പോ അവര് DC-ക്കാരായിരുന്നു വിളിക്കണ്ടേ, അവര് വിളിച്ചു എന്നാ ഞാൻ കരുതിയിരുന്നേ. അവർക്കത് വിളിക്കാൻ പറ്റിയില്ല. പുള്ളി DC-ക്കാരുടെ പറഞ്ഞു. DC-ക്കാര് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനല്ല, ഞങ്ങള് വിളിക്കാൻ പറഞ്ഞ് 10 പേരെ ഞങ്ങൾ വിളിച്ചു. ഇങ്ങനെ സെക്രട്ടറിമാരുടെ ഒക്കെ ഉള്ളത് അത് ഇവിടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാഞ്ഞെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്നാണേലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ തന്നെ ഇത് മറക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. ബിനോയ് സാഹിബിനോട്. എനിക്ക് വേറെ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വെക്കുകയും ചെയ്തു.
ഷെഫിനെ ഇപ്പോൾ പറയുന്നത് DC ജില്ലാ കമ്മിറ്റിയാണ് വിളിക്കേണ്ടതെന്ന് ബിനോയ് വിശ്വത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നു. അവർ പറയുന്നു സംസ്ഥാന നേതൃത്വമാണ്. അതിൽ കാനം രാജേന്ദ്രൻ ഈ അടുത്തല്ലേ നമ്മളെയൊക്കെ വിട്ടുപോയത്. അങ്ങനെ ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മറക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ ഒരു വിഷമവും നമുക്ക് പ്രകടമാണ്. ഇത് ഇങ്ങനൊരു വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ? അത്രയ്ക്ക് ഉദാസീനതയോടെയാണോ ഇങ്ങനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ കുടുംബത്തെ പാർട്ടി നേതൃത്വം കാണേണ്ടത്? ദിവിഷ്, ഏതായാലും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് MN സ്മാരകം പുതുക്കി പണിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ആ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഓഫീസിലാണ് ഇപ്പോൾ ഏതായാലും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ ആ ഓഫീസിന് വേണ്ടി ഏറ്റവും അധികം അക്ഷരം പരിശ്രമിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് കാനം രാജേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിയാതെ ആണ് അദ്ദേഹം വിട വാങ്ങിയത്. അങ്ങനെ ഒരു കാര്യം കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവിടെ വെച്ച് CPIയുടെ ആ ആസ്ഥാനത്ത് വെച്ച് ഇപ്പോൾ ഒരു ദേശീയ കൗൺസിൽ യോഗം നടക്കുന്നുണ്ട്. വരുന്ന പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഇന്നും ആ ദേശീയ കൗൺസിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാർട്ടി കോൺഗ്രസിന് വേണ്ടുന്ന നയരേഖ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ യോഗം നടക്കുന്നത്. അപ്പോൾ അത്രയധികം ഉദാസീനമായിട്ടാണ് ഈ പരിപാടി, പ്രത്യേകിച്ചും CPIയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 100ാം വാർഷികത്തിലെ പൊതുസമ്മേളന പരിപാടി അത്രയ്ക്ക് ഉദാസീനമായിട്ടാണ് നടത്തിയതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി പാർട്ടി ഏത് തരത്തിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്.